എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഷാണ്. ഇത് റാബിറ്റ് റോസ്റ്റാണ്. നമ്മുടെ മുയൽ റോസ്റ്റാണ്. സാധാരണ എല്ലാവരും ഫ്രൈ ആണ് വെക്കാറ്. പക്ഷേ ഇത് റോസ്റ്റ് വെക്കാൻ വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു വലിയ മുയലിനെ കൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി എരിവുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് ചുവന്നുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു സവോള അരിഞ്ഞതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് തക്കാളിക്ക കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് കൈകൊണ്ട് തന്നെ വേണം ഇളക്കി യോജിപ്പിക്കാൻ. കാരണം മസാലയെല്ലാം ഇറച്ചിയിലേക്ക് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചു. മസാലയൊക്കെ ഇറച്ചിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ നേരം ഒന്ന് മൂടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഒരു നല്ലതുപോലെ പിടിച്ചു. നമുക്കിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാവും. ഇനി നല്ലതുപോലെ കുക്കർ അടച്ച് നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ മുയലിനും ഓരോ വേവാണുള്ളത്. അത് നോക്കി വേണം വേവിച്ചെടുക്കാൻ. അത് വേകട്ടെ. ആ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളി ഒരുവിധം വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സവാള കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മളിത് ശരിക്കും വഴട്ടിയല്ല എടുക്കുന്നത്. ചെറിയൊരു ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പ്
ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഇത് ഗോൾഡൻ കളറായി വരണം. കുറച്ച് ഫ്രൈ ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ ഇറച്ചി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇറച്ചി നല്ലതുപോലെ വെന്തു, നല്ല പരുവമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവോള വഴറ്റിയെടുത്ത ആ തവയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നിന്നും കുറച്ച് ഗ്രേവി നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിൽ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാതെ നോക്കണം ഇറച്ചി. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും അത് വെന്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇനി ഈ ചാറൊന്ന് തിളച്ച് കുറുകി വരട്ടെ, നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. ആ സമയം നമുക്കതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് വഴട്ടിയ സവോളയല്ല, നമ്മൾ അരിഞ്ഞെടുത്ത സവോള വെറുതെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ആ സവോളയൊക്കെ ആ ഗ്രേവിക്ക് അത് കിടന്നൊന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇനി നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണിത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. എരിവും ഉപ്പും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ 2-3 പച്ചമുളക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. ഇത് ഗരം മസാലയാണ്. ഒരു 2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഓരോ മസാലയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ മസാല ഇറച്ചി കഷ്ണങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളിക്കയെ നമ്മൾ വഴട്ടുന്നില്ല, അത് അരിഞ്ഞ് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാടൻ മുയൽ റോസ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയുമാണിത്. കുറച്ച് സമയമെടുത്ത് വേണം ഇത് ചെയ്യാൻ. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മളുടെ ഗ്രേവി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സവോളയൊക്കെ ഉള്ളതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെക്കാം.
5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. കുറച്ചുകൂടെ ഗ്രേവി പറ്റി കുറുകി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക. ഈ സമയം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ സവോള, ഉള്ളി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മൊയിൽ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഫ്രൈ ആണ് ഉണ്ടാക്കാറ്. ഈ റോസ്റ്റ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.